വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ മുന്നേ ഒരു കൂന്തൽ നിറച്ചതിന്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നേ. അത് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് അന്ന് ഉണ്ടാക്കിയത്, പക്ഷെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. അപ്പൊ അന്നേ ഞാൻ കരുതിയത് അങ്ങനെ വലിപ്പമുള്ളൊരു കൂന്തൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്ന അന്നേ ഞാൻ തീരുമാനിച്ചതാണ്. അപ്പൊ ഇന്ന് അതുപോലെ തന്നെ കൂന്തൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഞാൻ അതിന്റെ റെസിപ്പി കാര്യങ്ങളൊന്നും കാണിച്ചു തരുന്നില്ല. അത് ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കൂന്തൽ നിറച്ചതാക്കാം. എന്നിട്ട് ഞാൻ ഫൈനൽ കാണിച്ചു തരാം എങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ആവുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈം ആക്കിയപ്പോൾ അതുപോലെ തന്നെ ഒക്കെ ആയിരുന്നു. ഇനി എനിക്കറിയില്ല രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ. അപ്പൊ ഞാൻ ഒന്നും കൂടി അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. കൂന്തൽ നിറച്ചത് സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ ചെറിയ സൈസുള്ള കൂന്തൽ എടുക്കാൻ പാടില്ല, കാരണം അത് ആവിക്ക് വെച്ച് കഴിഞ്ഞാൽ എന്നാലും ചുരുങ്ങിപ്പോകും. അപ്പം കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് കൂന്തൽ തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കൂന്തലൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ കൂന്തലിന് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. എന്താ, ഈ ഒരു കുഞ്ഞ് സൈസ് ഉണ്ടോ, ഈ ഒരു സൈസിലെ കൂന്തൽ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഇതിന് എങ്ങനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെക്കേണ്ടത് എനിക്കറിയില്ല. വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടുമോ, എന്താ അവസ്ഥ നിനക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതൊക്കെ ഇതാ ഈ ഒരു സൈസ് ആയിരുന്നേ. ഈ ഒരു സൈസുള്ള കൂന്തലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കംപ്ലീറ്റും കിട്ടിയത്. അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിൽ കുറച്ച് ഇതുപോലത്തെ ചെറിയ ചെറിയ 2-3 ഉണ്ട്. പിന്നെ വേറെ എന്നീ കൂന്തലിന് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ പൊട്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഇപ്രാവശ്യം കൂന്തൽ കിട്ടിയത്. ഇവിടെ ഒരു പൊട്ടലൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എങ്ങനെ ഞാൻ ഫില്ലിങ് വെച്ചിട്ട് എങ്ങനെ ഞാൻ ആവിക്ക് വെക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് കിട്ടിയ കൂന്തൽ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണമല്ലോ ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യേ. അതിലാണല്ലോ നമ്മളെ വിജയം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ കൂന്തലും അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിങ്ങിന് വേണ്ട കൂന്തലിന്റെ പീസസ് ഇവിടെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കൂന്തൽ നിറച്ചത് ആവിക്ക് വെച്ചിട്ടുണ്ട്. 2-3 കൂന്തലൊക്കെ പൊട്ടിയതായിരുന്നു. ഞാൻ അവിടെയൊക്കെ എങ്ങനെയൊക്കെയോ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താവുന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാൻ 1/2 കിലോ കൂന്തലാണ് വാങ്ങിച്ചത്. 1/2 കിലോ കൂന്തൽ ഒരു 16 പീസാണ് ഉണ്ടായത്. ഇപ്പൊ നമ്മളെ കൂന്തലിന്റെ അവസ്ഥ ഉണ്ട് ഇങ്ങനെയുള്ളത്. ഇത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ കേട്ടോ. ഇങ്ങനെ എന്താ വെച്ചാൽ കുറെ ഭാഗമല്ല എനിക്ക് പൊട്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ. കൂന്തലിലെ കുറെ ഭാഗമൊക്കെ അങ്ങനെ പൊട്ടിയിരുന്നു. അപ്പൊ പൊട്ടിയത് അവിടെയൊക്കെ ഞാൻ എങ്ങനെയല്ലോ ഫില്ല് ചെയ്ത് വെച്ച. അപ്പൊ ആ ഗ്യാപ്പിലേക്കൂടെ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് കുറെ ഇതൊക്കെ. അതിൽ ഇത്രയൊക്കെ ആയിട്ടുള്ളൂ എന്ന് സമാധാനിക്കാം. ഇനി ബാക്കി നോക്കട്ടെ. ഇനി ഇതിനെയൊക്കെ നമുക്ക് എടുത്തിട്ട് മസാല ഒക്കെ പരട്ടിയിട്ട് സെറ്റ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മളെ കൂന്തൽ നിറച്ചത് റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറെ ഭാഗം പൊട്ടിയിട്ടൊക്കെയാണ് കിട്ടിയത് കൂന്തലിന്റെ പ്രശ്നം കൊണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നോക്കാം. ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. ഞാൻ ഫസ്റ്റ് ആക്കിയ പോലെ തന്നെ ഉണ്ട്. പക്ഷെ അതിന്റെ കാണാനൊരു ആ ഒരു ഫസ്റ്റ് ആക്കിയതിന്റെ ആ ഒരു കാണാൻ ലുക്കില്ലെങ്കിൽ ടേസ്റ്റ് അടിപൊളി കേട്ടോ. ആദ്യത്തെ ടേസ്റ്റ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പറാ. അപ്പൊ ഓക്കെ, ബൈ.